ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ എഗ്ഗാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ്മതി റൈസ് എടുത്തു, എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളിയാണ് എടുക്കുന്നത്. എന്നിട്ട് അതെടുത്തിട്ട് അതിന് തോലൊക്കെ കളഞ്ഞിട്ട് അതിന് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മുട്ടയെടുത്തു, എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുന്തിരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമ്മൾ ബട്ടറിലാണ് ഇടുന്നത്. അപ്പോൾ ബട്ടറിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ അത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പോള പോലെ വരും. അത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ അണ്ടിപ്പരിപ്പ് അങ്ങനെയാണ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ പപ്പടം കാച്ചിയെടുക്കുകയാണ് നമ്മുടെ ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ. അതിന് ശേഷം നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനിയും ഇത്രയും ഉള്ളി നമുക്കിനി വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് വഴറ്റിയത്തെ കുറച്ചും ടേസ്റ്റ് വരും നമ്മുടെ ബിരിയാണിക്ക്. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് കൊടുത്തു. അതുപോലെ അങ്ങനെ നമ്മുടെ രുചിയേറിയ നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങയുണ്ട്, സർലാസ് ഉണ്ട്, നമ്മുടെ ബിരിയാണി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മുടെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ്. പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ സർലാസ്, നമ്മൾ കൊറിയാണ്ടർ ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു മധുരമൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്, പിന്നെ മാങ്ങച്ചാറ്, പിന്നെ എഗ്ഗ് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഗ് ബിരിയാണിയാണിത്. അപ്പോൾ അത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.